നവീകരണ പ്രവർത്തനം, പ്രത്യേകിച്ച് ഇതിൻ്റെ ലോബിയുടെ നവീകരണ പ്രവർത്തനം പൂർത്തീകരിച്ചിരിക്കുന്നു. അതിന് ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളുടെയും സാംസ്കാരിക തനിമ പകർത്തുന്ന രൂപത്തിലുള്ള മുത്തുപണികളാണ് ഇതിൻ്റെ ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ഒരാളുകൾ സൊസൈറ്റിയുടെ KLCCSൻ്റെ നേതൃത്വത്തിലുള്ള ക്രാഫ്റ്റ് വില്ലേജ് കേരള ക്രാഫ്റ്റ് വില്ലേജിൻ്റെ നേതൃത്വത്തിലാണ്
സവിശേഷമായ കലാരൂപങ്ങളുടെ ഏതെങ്കിലും ഒരു കലാരൂപത്തിൻ്റെ പ്രദർശനം ഇവിടെ നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ ആവിഷ്കാരമാണ് ഇവിടെ ഈ പരിപാടിയുടെ ഭാഗമായി കുറേ സമയം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഏറ്റവും മനോഹരമായത് സ്വാഭാവികമായിട്ടും ഗസ്റ്റുകൾ നമ്മുടെ മസ്കറ്റിലേക്ക് എത്തുന്ന സഞ്ചാരികളെന്ന് പറയുന്നത് ആഭ്യന്തരവും വൈദേശികവുമായിട്ടുള്ള ടൂറിസ്റ്റുകളാണ്. അവർ വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കേരളീയ ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് ബഹുമാന്യനായ കേരളത്തിൻ്റെ ടൂറിസം വകുപ്പും മറ്റും ഈ കാര്യത്തിൽ സംസാരിക്കും. നിരന്തരമായി ഈ പ്രവർത്തനം എത്രത്തോളമായി എന്ന് അന്വേഷിക്കാൻ നിരന്തരം താല്പര്യം കാണിക്കുന്നയാളാണ് ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി. ഇതിൻ്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുകയാണ്. കൃഷ്ണതേജ MD ആയിരുന്ന സന്ദർഭത്തിലും അതുപോലെ തന്നെ അതിനുശേഷം വിഘ്നേശ്വരി ഇവിടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന സന്ദർഭത്തിലും ഈ രണ്ട് സന്ദർഭങ്ങളിലും ഇവിടെ ഇത് പുതുക്കി പണിയുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ലോബി നന്നാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആലോചനകൾ നടന്നത്. കഴിഞ്ഞ MDയുടെ പീരീഡിലാണ് ഇത് ഇങ്ങനെ തീരുമാനം പൂർത്തീകരിക്കാൻ സാധിച്ചതിൻ്റെ വലിയ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്. കൂടുതൽ കാര്യങ്ങൾ ബഹുമാന്യനായ മന്ത്രി നിങ്ങളുടെ KTDCയുടെ ചെയർമാൻ ശ്രീ വിജയ ശശി മസ്കറ്റ് ഹോട്ടലിൽ ഒട്ടേറെ പ്രത്യേകതകൾ നമുക്കറിയാം, ചരിത്രപരമായ പ്രത്യേകതകൾ. നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്ന സഞ്ചാരികൾ വലിയ നിലയിൽ ഇവിടെ വരുന്നുണ്ട്, താമസിക്കുന്നുണ്ട്. സഞ്ചാരികളുടെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് മസ്കറ്റ് ഹോട്ടൽ. ആ നിലയിൽ സഞ്ചാരികളെ സ്വീകരിക്കാൻ ഇത് കൂടുതൽ മനോഹരമാക്കി തീർക്കാൻ വേണ്ടിയാണ് KTDC ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത്. വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളും മറ്റുമായി മുന്നോട്ട് പോയി വളരെ മനോഹരമായ അതിൻ്റെ പ്രവർത്തനം ഇവിടെ പൂർത്തീകരിച്ച് നവീകരിച്ചിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇത് കേരള ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ഒരു നവീകരണമാണ്. Mm-hmm.